എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ആദ്യ ചിത്രത്തിലെ അതിശയിപ്പിക്കുന്ന പ്രകടനത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് പിടിച്ചടക്കിക്കൊണ്ടാണ് ബേബി ശാലിനി എന്ന കൊച്ചുമിടുക്കി മലയാള സിനിമയെ തന്റെ വരുതിയിലാക്കുന്നത്. പിന്നെ മലയാള സിനിമയുടെ വിജയസൂത്രവാക്യമായ ബേബി ശാലിനി മാറി. സന്ദർഭം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടിയോടൊപ്പം ബേബി ശാലിനി ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് ചക്കരയുമ്മ, ഒരു നോക്ക് കാണാൻ, കഥ ഇതുവരെ തുടങ്ങിയ ഫാമിലി ബ്ലോക്ക് ബസ്റ്ററുകൾ മമ്മൂട്ടി ശാലിനി കൂട്ടത്തിൽ പിറന്നിരുന്നു. 1985 ബേബി ശാലിനി കരാർ ചെയ്യപ്പെട്ടത് 15ഓളം ചിത്രങ്ങളിലേക്കും മമ്മൂട്ടി ഡേറ്റ് കൊടുത്തത് 35ഓളം ചിത്രങ്ങൾക്കുമാണ്. മമ്മൂട്ടിയും ശാലിനിയും ഒരേ സമയം 2ഉം 3ഉം ചിത്രങ്ങളിൽ ഓടി നടന്ന് അഭിനയിക്കുന്ന 1985 ഒരു നോക്ക് കാണാൻ എന്ന സാജൻ ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. ചിത്രത്തിൽ ശാലിനി പ്രത്യക്ഷപ്പെട്ടത് ഡബിൾ റോളിലായിരുന്നു. പക്ഷെ പലപ്പോഴും മമ്മൂട്ടിയും ശാലിനിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ചിത്രീകരിക്കാൻ നോക്കുമ്പോൾ ശാലിനി എത്തിയിട്ടുണ്ടാവില്ല. ആദ്യമൊക്കെ ശാലിനിയുടെ തിരക്ക് പരിഗണിച്ച് മമ്മൂട്ടി ക്ഷമിക്കുകയായിരുന്നു. എന്നാൽ ക്ലൈമാക്സ് ചിത്രീകരിക്കാൻ പ്ലാൻ ചെയ്ത ദിവസം മമ്മൂട്ടി മറ്റൊരു ചിത്രത്തിന്റെ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സെറ്റിലേക്ക് വരുന്നത്. പക്ഷെ ശാലിനി വന്നിരുന്നില്ല. അന്ന് രാത്രി 12 മണിയോടെയായിരുന്നു ശാലിനിയെ അച്ഛൻ ബാബു സെറ്റിലെത്തിയത്. സംവിധായകൻ സാജൻ ശാലിനിയുടെ അച്ഛനോട് മമ്മൂട്ടി അന്വേഷിക്കുന്നതായി പറഞ്ഞു. മമ്മൂട്ടിയുടെ റൂമിലേക്ക് എത്തുന്ന ബാബു കാണുന്നത് കോപത്തിൽ വിറച്ചു നിൽക്കുന്ന മമ്മൂട്ടിയായിരുന്നു. താങ്കൾക്ക് വേണ്ടി എന്നെ കാത്തിരിക്കുന്ന മറ്റു ചിത്രങ്ങളുടെ സംവിധായകരും നിർമ്മാതാക്കളും എത്രത്തോളം നഷ്ടം സഹിക്കേണ്ടി വരുമെന്ന് താങ്കൾക്കറിയാമോ? മമ്മൂട്ടിയുടെ ചോദ്യം കേട്ട ബാബു ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ഓടി വന്ന ശാലിനി മമ്മൂട്ടിയുടെ മടിയിലേക്ക് ചാടിയിരുന്ന് കവിളിൽ ഒരു മുത്തം കൊടുത്തു. ഇത് കണ്ടതും മമ്മൂട്ടിയുടെ കോപം അലിഞ്ഞ് മമ്മൂട്ടി പൊട്ടിച്ചിരിച്ചു പോവുകയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.